പ്രിയമുള്ളവരെ, നമസ്കാരം. ഇന്നത്തെ വിഷയം ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. മലയാളികൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് പ്രശസ്ത നമ്മുടെ യുവനടൻ ആസിഫ് അലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള. രമേശ് നാരായണൻ എന്ന വ്യക്തി ആസിഫ് അലിയെ അവഹേളിച്ചത് എന്ന് പറയുന്നത് ആ ദൃശ്യങ്ങൾ വീക്ഷിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകാവുന്നതാണ്. അഭിനയ മികവ് കൊണ്ടും അതുപോലെ തന്നെ സൗന്ദര്യം കൊണ്ടും ശബ്ദം കൊണ്ടുമൊക്കെ വേറിട്ട്, വിശിഷ്യ ലാളിത്യം കൊണ്ടും വേറിട്ട് നിൽക്കുന്ന ഒരു നടനാണ് ആസിഫ് അലി എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം ഒരു പൊതുപരിപാടിയിൽ അദ്ദേഹം വന്നാൽ പോലും എല്ലാവരുമായി വളരെ സൗഹൃദപരമായി ഇടപെടുന്നതും മറ്റുമൊക്കെ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അദ്ദേഹത്തിനോട് ചെയ്ത ഈ ചെയ്തി ഒരിക്കലും മലയാളികൾ, ലോകത്തുള്ള ഒരു മലയാളികളും അത് സഹിക്കില്ല. കാരണം അത്രയ്ക്കും വളരെ ആ ദൃശ്യം നമ്മൾ കാണുമ്പോൾ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ആ ആസിഫ് അലിയോട് രമേശ് നാരായണൻ ചെയ്തത് 100% തെറ്റാണ് എന്നുള്ളത്. ഒടുവിൽ അദ്ദേഹത്തിന് അത് കൃത്യമായി മനസ്സിലായി എന്ന് തോന്നുന്നു. അദ്ദേഹം മാപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. നമ്മൾ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളെല്ലാം കാണിച്ചു കൂട്ടി പൊതുസമൂഹത്തിൽ ഒരു വ്യക്തിയെ അവഹേളിച്ചിട്ട് ഒടുവിൽ വരുന്ന ഒരു സംഭവമാണ് മാപ്പ്. എന്തായാലും അദ്ദേഹം ഏത് മാപ്പായാലും, മറ്റ് ഭാഷകൾ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല, ഏത് മാപ്പ് പറഞ്ഞാലും ആസിഫ് അലി അതേ വേദിയിൽ കൊടുത്ത ആ പുഞ്ചിരി ഉണ്ടല്ലോ, ആ പുഞ്ചിരിയിലുണ്ട് എല്ലാ രീതിയിലുള്ള മറുപടികളും. ഇനിയെങ്കിലും രമേശ് നാരായണ, അങ്ങയെപ്പോലുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ, ആസിഫ് അലിയുടെ ആ ചിരിയിൽ തന്ന മറുപടി ഉണ്ടല്ലോ, അതെങ്കിലും മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നിങ്ങൾക്കെല്ലാം നല്ലതാണ്. തീർച്ചയായിട്ടും ആസിഫ് അലിയോടൊപ്പം കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അങ്ങയോടൊപ്പം തന്നെ ഉണ്ട്. എന്തായാലും ഇതേപോലുള്ള ചെയ്തികൾ ഇനിയും മറ്റാർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.